രണ്ടാഴ്ചകൾക്ക് നാം പഠിച്ചുകൊണ്ടിരുന്നത് സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ ആയിരുന്നു ഞാൻ നൽകിയത്. കഴിഞ്ഞ ആഴ്ചയിൽ ചില കാരണങ്ങളാൽ ക്ലാസ്സുകളിൽ എടുക്കുവാൻ സാധ്യമായില്ല. ഇന്ന് വീണ്ടും നമുക്ക് ഈ വിധത്തിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. അതിന് വീണ്ടും നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രാരംഭമായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അവൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. ഈ വായിച്ച വേദഭാഗത്തിന്മേൽ പരിശുദ്ധാത്മാവ് ധാരാളമായിട്ട് കൃപ പകരുമാറാകട്ടെ. പുതിയ നിയമത്തിൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് നാം ഈ വായിച്ചത്. ഈ 7 വാക്യങ്ങളിൽ നാം സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ 6 പ്രാവശ്യം 1000 ആണ്ട് 1000 ആണ്ട് 1000 ആണ്ട് എന്ന് ആവർത്തിക്കുന്ന കാണുവാൻ കഴിയുന്നുണ്ട്. 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1000 ആണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ വാഴുവാൻ പോകുകയാണ് എന്ന സൂചന ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച പോലെ ഈ പ്രത്യേക കാലഘട്ടത്തെ യുഗപരമായ പഠനം എന്നാണ് നാം കാണുന്നത്. അതിന്റെ 7-ാമത്തെ യുഗമാണ് 1000 ആണ്ട് വാഴ്ച. ദൈവം മനുഷ്യനോട് ഇടപെടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 6 യുഗങ്ങളിലും മനുഷ്യനെ ഏൽപ്പിച്ച ചുമതലകളിൽ മനുഷ്യൻ പരാജിതനായിത്തീരുന്നു. 7-ാമത്തെ യുഗത്തിലും അതിന്റെ അന്ത്യത്തിൽ മനുഷ്യൻ പരാജയപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവിക കൽപ്പനകൾ അനുസരിക്കുവാൻ കഴിയാത്തവരായി ദൈവ ന്യായവിധിക്ക് വിധേയരായിത്തീരുന്ന കാഴ്ച നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ യുഗം മുതൽ 7-ാമത്തെ യുഗം വരെയും അത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ 1000 ആണ്ട് വാഴ്ച നാം പ്രാരംഭമായിട്ട് കേട്ടതുപോലെ മനസ്സിലാക്കിയതുപോലെ ഇത് ദൈവം ഇസ്രായേൽ മക്കളോട് വാഗ്ദത്തം ചെയ്ത പ്രത്യേകമായ ഒരു ഉടമ്പടിയാണ്. നമ്മറിയാം, ജാതികളായ നമ്മോട് ദൈവം ഒരു ഉടമ്പടിയും ചെയ്തിട്ടില്ല. ദൈവം ഉടമ്പടി ചെയ്തത്, വാഗ്ദത്തങ്ങൾ നൽകിയത് ഇസ്രായേൽ മക്കൾക്കാണ്. അബ്രഹാമിനോട് താൻ ചില വാഗ്ദത്തങ്ങൾ നൽകിയതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഉടമ്പടി നടത്തിയതായിട്ട് കാണുന്നുണ്ട്. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ അനന്തര ഫലങ്ങളാണ് ഈ കാര്യം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയിൽ ഒന്ന്, താൻ അവർക്ക് ഭൂമി കൊടുക്കും, അവർക്ക് സ്ഥലം കൊടുക്കും എന്നുള്ളതാണ്. ദ പ്രോമിസ് ഓഫ് ദ ലാൻഡ്. ഈ കാണുന്ന ദേശം, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം നിനക്ക് നൽകുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞു. നാം അതിനെ കുറിച്ച് കാണുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അത് കഴിഞ്ഞ് താൻ പല ഉടമ്പടികളും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. വിശദീകരിച്ച് നാം പഠിച്ചില്ല. എന്നാൽ അതിൽ അതിപ്രധാനമായത് ദാവീദിനോട് ചെയ്ത ഉടമ്പടിയാണ്. ദാവീദിനോട് ചെയ്ത ഉടമ്പടിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധേയമായത്
അവന്റെ സന്തതി, ദാവീദിന്റെ സന്തതി ആ സിംഹാസനത്തിൽ ഇരുന്ന് നിത്യമായി വാഴും എന്നുള്ള വാഗ്ദത്തമാണ്. ഒരു സന്തതിയെ കുറിച്ചുള്ള വാഗ്ദത്തം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ദേശത്തെ കുറിച്ചുള്ള വാഗ്ദത്തം, ഒരു സന്തതിയെ കുറിച്ചുള്ള വാഗ്ദത്തം. ഈ കാര്യങ്ങളെല്ലാം നിവൃത്തിയാക്കപ്പെടുന്നത് ഈ സഹസ്രാബ്ദ വാഴ്ചയിലാണ് എന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ട് സഹസ്രാബ്ദ വാഴ്ച പ്രാഥമികമായിട്ട് ദൈവം ഇസ്രായേലിനോട് ചെയ്ത വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയായിട്ട് കാണുവാൻ കഴിയും. അത് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ ദൈവം സ്ഥാപിക്കുവാൻ പോകുന്ന, ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്ന ഈ രാജ്യത്തെ കുറിച്ച് പഴയ നിയമത്തിൽ വളരെയേറെ വിശദീകരണങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തെക്കാൾ അധികമായിട്ട് പഴയ നിയമത്തിലാണ് ഈ വാഗ്ദത്തങ്ങൾ കാണുവാൻ കഴിയുന്നത്. ഇന്നും യഹൂദൻ കാത്തിരിക്കുന്നത് ആ രാജ്യത്തിന് വേണ്ടിയാണ്. മശിഹ വരും, ഞങ്ങൾക്ക് രാജ്യം പുനഃസ്ഥാപിക്കപ്പെടും, അവന്റെ അധീനതയിൽ ഞങ്ങൾ സ്വസ്ഥമായിട്ട് സമാധാനമായി ജീവിക്കുമെന്ന് എല്ലാ യഹൂദനും തങ്ങളുടെ ഒരു ഡ്രീമാണ്, അവരുടെ സ്വപ്നമാണ്. അപ്പോൾ യഹൂദന്റെ ആഗ്രഹമാണ് ഇങ്ങനെ സംഭവിക്കുവാൻ പോകുന്നു എന്ന പ്രതീക്ഷയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഈ വാഗ്ദത്തങ്ങൾ ദൈവം യഹൂദന് കൊടുത്തതാണ്. എന്നാൽ പുതിയ സഭയാകുന്ന നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്കും പ്രാപ്യമായി തീർന്നു എന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അവസാനിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ വായിച്ചാണ്. നമുക്കറിയാം കർത്താവ് ഒരു ഉപമ പറയുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ഉടമസ്ഥൻ തന്റെ തോട്ടം കുടിയന്മാരെ ഏൽപ്പിച്ചു പോയി. എന്നാൽ കുടിയന്മാർ അത് നശിപ്പിച്ചതായിട്ട് കാണുന്നു. താൻ അതിന്റെ ഫലം ആവശ്യപ്പെട്ടപ്പോൾ തന്റെ കുടിയന്മാർ വാസ്തവത്തിൽ താൻ അയച്ച വ്യക്തികളെ എല്ലാം, തന്റെ ദാസന്മാരെ കൊന്നുകളഞ്ഞു, കല്ലെറിഞ്ഞു കൊന്നു എന്നൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ തന്റെ മകനെ അയച്ചു. അവർ മകനെ അയക്കുമ്പോൾ ലജ്ജിക്കുമെന്ന് കരുതി അവർ അങ്ങനെ ചെയ്യില്ല എന്ന് കരുതിയാണ് പിന്നെ ആ തോട്ടക്കാരൻ അയച്ചത്. എന്നാൽ ആ മകനെയും അവർ കൊന്ന് തോട്ടത്തിന് പുറത്ത് എറിഞ്ഞു കളഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അത് യഹൂദിനെ കുറിച്ചുള്ള ചരിത്രമാണ്. അവർക്ക് തന്നെ മനസ്സിലായി, പരീശന്മാർക്കും ശാസ്ത്രന്മാർക്കും മനസ്സിലായി, ഇത് നമ്മെ കുറിച്ചാണ് അവൻ പറയുന്നതെന്ന് അവർ തന്നെ പറഞ്ഞു. ആ ഭാഗത്തെ ഒരു കല്ലിനെ കുറിച്ച് പറയുന്നത് കാണുവാൻ കഴിയുന്നു. അതാണ് ദൈവരാജ്യം അഥവാ കർത്താവിന്റെ മെസ്സിയാനിക് കിങ്ഡം അഥവാ മശിഹയുടെ രാജ്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ നാം ശ്രദ്ധേയമായ 3 കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു. തള്ളിക്കളഞ്ഞ ഒരു മൂലക്കല്ലിനെ കുറിച്ച്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞത് മൂലക്കല്ലായി തീർന്നു. അത് കർത്താവിൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാണ്. അത് കർത്താവിനെ കുറിച്ചാണ്. അവൻ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് രാജാവായിട്ട് ഭൂമിയിൽ വന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, യഹൂദ പ്രമാണികൾ ആ രാജാവിനെ തള്ളിക്കളഞ്ഞു, തിരസ്കരിച്ചു കളഞ്ഞു. എന്ന് മാത്രമല്ല, അവനെ ക്രൂശിക്കുവാൻ അവർ ഏൽപ്പിച്ചു കൊടുത്തു. അവനെ ക്രൂശിക്കുക എന്നവർ നിലവിളിച്ചു. ഒടുവിൽ ആ നിലവിളിക്ക് വിധേയനായി തീർന്ന പീലാത്തോസ് തന്നെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. അതിന്റെ കൂടെ അവർ ഒരു വാക്കൂടെ ചേർത്തത് നിർഭാഗ്യകരമായി പോയി. അവര് പറഞ്ഞു, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ എന്ന്. കഴിഞ്ഞ 2000 വർഷം യഹൂദ പ്രജ ഇത്രമാത്രം പീഡനയിലൂടെ കടന്നുപോയി എന്ന് നാം കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ എല്ലാം കാരണം അവരുടെ മശിഹായെ, അവരുടെ രാജാവിനെ അവർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തള്ളിക്കളഞ്ഞവർ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അത് സഭയെ സംബന്ധിച്ച് പറയുകയാണ്. സഭയുടെ മൂലക്കല്ലായ കർത്താവുമാർ. ദൈവം പുതിയൊരു പദ്ധതി ആരംഭിച്ചു. അതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൽ വീണ്ടും കാണുന്നത് ആ കല്ല് മേൽ തട്ടി വീഴുന്നവരെ കുറിച്ച് കാണുന്നുണ്ട്. അത് യഹൂദനാണ്. അവർക്ക് അത് തടങ്കൽ പാറയായി, ഇടർച്ചക്കല്ലായി തീർന്നു. കർത്താവ് അവർക്കൊരു ഇടച്ചക്കല്ലാണ്. ഇന്നും യഹൂദനെ ഇടർച്ചക്കല്ലാണ്. എന്നാൽ ഇടർച്ചക്കല്ലിൽ അവർ തട്ടി വീണതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ വീഴ്ചയ്ക്ക് കാരണം കർത്താവായ യേശു ക്രിസ്തു അവർക്ക് ഇടർച്ചക്കല്ലായി തീർന്നുള്ളതാണ്. ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ മശിഹായിട്ട് അവർ കാണുന്നില്ല. എന്നോടൊരു സ്നേഹിതന് ഇസ്രയേലിൽ പോയി പഠിക്കുവാൻ പോയ ഒരു സ്നേഹിതൻ പറഞ്ഞ കാര്യം എന്നെ ഓർക്കുന്നുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇസ്രയേലിന്റെ എല്ലാ എക്കോണമി, സാമ്പത്തിക വ്യവസ്ഥിതി എല്ലാം
റൺ ചെയ്യുന്നത് യേശുവിന്റെ നാമത്തിലാണ്. അവർ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. കർത്താവ് യേശുവിന്റെ നാമം പറഞ്ഞ് അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ യേശുവിനെ അവർ വിശ്വസിക്കുന്നില്ല. അതാണ് നിർഭാഗ്യപരമായ കാര്യം. അവർക്ക് യേശുവിനെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. അവനെ മെസ്സിയായിട്ട് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ആ ജനത ആ കല്ലിന്മേൽ തട്ടി അവർ വീണുപോയി. എന്നാൽ മൂന്നാമതൊരു കാര്യം മത്തായി സുവിശേഷം 42:21 അധ്യായത്തിൽ പറയുന്നത്, ആ കല്ല് ആരുടെ മേലെങ്കിലും വീണാൽ അത് ധൂളിയാക്കപ്പെടും എന്നുള്ളതാണ്. അത് ജാതികളെ ദൈവം നശിപ്പിക്കുവാൻ പോകുന്ന, ന്യായം വിധിക്കുവാൻ പോകുന്നതിനെ കുറിച്ചാണ് കാണുന്നത്. കർത്താവ് തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ താൻ വരികയും ഈ കല്ല്, ഈ കൈതൊടാത്ത കല്ല്, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലാണ് കൈതൊടാത്ത കല്ല് കാണുന്നത്. ആ കല്ല് ജാതികളിന്മേൽ വീഴുകയും അവരെ ധൂളിയാക്കപ്പെടുകയും ചെയ്യും ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ 45-46 വാക്യങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആ കല്ലിനെ കുറിച്ച് പറയുന്നത് വളരെ മനോഹരമാണ്. ആ സ്വർഗത്തിൽ നിന്ന് കൈതൊടാത്ത കല്ല്, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് വരുന്ന കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. കൈതൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തു കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ച് അവനൊരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനോട്, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കൈതൊടാത്ത കല്ല് വന്ന് ആ പ്രതിമയെ അടിക്കുകയും അതിന്റെ കാലിൽ അടിക്കുകയും അത് ഭസ്മമായി തീരുകയും ചെയ്തതായിട്ട് കാണുന്നു. ഇത് മാത്രമല്ല, അത് വലിയ പർവ്വതമായി മാറി. അതാണ് മില്ലിനിയൽ കിങ്ഡം, സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത്. ആ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് അല്പമായി വേറെ പല വിശദീകരണങ്ങളും നമുക്ക് ഇന്നും കാണുവാൻ കഴിയുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് 27-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. 7-ാം അധ്യായം 27-ാം വാക്യം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ച് അനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. അവന്റെ രാജ്യത്തെ നിത്യരാജ്യത്വമായിരിക്കും. അതെ, വിശുദ്ധന്മാർക്ക് ലഭിക്കും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് ലഭിക്കുവാൻ പോകുന്ന നിത്യരാജ്യത്വത്തെ കുറിച്ചാണ് ഇവിടെ അതാണ് സഹസ്രാബ്ദ വാഴ്ച. അപ്പോൾ പഴയ നിയമത്തിൽ ആഗമനം എല്ലാ പ്രവചനങ്ങളിലും വളരെയേറെ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സഹസ്രാബ്ദ വാഴ്ച. എന്നാൽ കർത്താവ് രാജ്യം സ്ഥാപിക്കുവാനാണ് വന്നത്. തന്റെ പ്രസംഗങ്ങളെല്ലാം നമുക്കറിയാം. തന്റെ പ്രസംഗങ്ങളിലെല്ലാം അതാണ് പറഞ്ഞ് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നുള്ള ദൂത് അവരെ കൊടുത്തു. അതാണ് രാജ്യത്തിന്റെ സുവിശേഷം. പ്രത്യേകം ശ്രദ്ധിക്കുക. യോഹന്നാൻ പ്രസംഗിച്ചത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. രാജ്യം വരുവാൻ പോകുന്നു, സഹസ്രാബ്ദ വാഴ്ച വരുവാൻ പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ രാജ്യത്തിന്റെ സുവിശേഷം യഹൂദ ജനം തള്ളിക്കളഞ്ഞതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ അംഗീകരിക്കുവാൻ മനസ്സായില്ല. രാജാവിനെ അവർ ക്രൂശിച്ചു. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അതേ സുവിശേഷമാണ് അറിയിച്ചത്. മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്നുള്ള സന്ദേശവുമായിട്ടാണ് കർത്താവ് വന്നത്. എന്നാൽ നമുക്കറിയാം, തന്റെ അവസാന ദിവസങ്ങളിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ യെരൂശലേമിലേക്ക് പോയി. ഒരു കഴുതപ്പുറത്താണ് പോയത്. കഴുതപ്പുറത്ത് സാധാരണ യഹൂദന്മാരുടെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുമ്പോഴൊക്കെ പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. അവർ കഴുതപ്പുറത്താണ് പോകുന്നത്. കർത്താവും ആ വിധത്തിൽ ഒരു കഴുതപ്പുറത്തെ യെരൂശലേമിലേക്ക് പോയി.
താൻ അവരെ വെളിപ്പെടുത്തുകയായിരുന്നു. ഞാനാണ് രാജാവ്, ഞാനാണ് മശിഹ, രാജ്യം സ്ഥാപിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് അവരെ വെളിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, യഹൂദ നേതാക്കന്മാർക്ക് അവരുടെ കണ്ണിന് മറവായിരുന്നു. യെരുശലേമിനെ രക്ഷിക്കുവാൻ, യെരുശലേമിന് വേണ്ടി കർത്താവ്, അവരുടെ യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി കർത്താവ് വന്നു. അവൻ യെരുശലേമിനെ നോക്കി കരയുന്നവരുടെ കാണുന്നുണ്ട്. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊന്ന യെരുശലേമിനെ കുറിച്ച് അവൻ കരഞ്ഞു. പറഞ്ഞു, നീ ഇതാ നശിപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. യെരുശലേമിന്റെ നാശത്തെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു വ്യക്തമായിട്ട് പ്രവചിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആ കാര്യങ്ങൾ. നമുക്ക് വായിക്കാം. അത് മത്തായി സുവിശേഷം 23-ാം അധ്യായം, അതിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ 37 മുതൽ വാക്യങ്ങൾ വയ്ക്കാം. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കാം, ഭയങ്കരമാണത്. കർത്താവ് യെരുശലേമിനെ നോക്കി കരയുകയാണ്, താൻ നിലവിളിക്കുകയാണ്. 69 ദാനിയേൽ പ്രവചനത്തിലെ 69 ആഴ്ചവട്ടത്തിന്റെ ആ തികയുന്ന ദിവസമായിരുന്നു ഇത് സംഭവിച്ച. 69 ആഴ്ചവട്ടം തികഞ്ഞു. ഈ പ്രമാണികൾ ആ 69 ആഴ്ചവട്ടം നല്ലവണ്ണം പഠിച്ചിരുന്നെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാകാമായിരുന്നു ഇത് മശിഹ ആണെന്ന്. അവരത് പഠിച്ചില്ല. അവർക്കത്, അവരുടെ കണ്ണിനത് മറവായിരുന്നു. അവിടെ പറയുന്നത്, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. ഭവനം ഏകവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഭവനം, ദൈവത്തിന്റെ ഭവനം അവരുടെ ഭവനമായി തീർന്നു. ദേവാലയത്തെ കുറിച്ചാണ് പറയുന്നത്. ദേവാലയത്തെ നോക്കിക്കൊണ്ട് കർത്താവ് കരയുകയാണ്. ഈ ഭവനം, ദൈവത്തിന്റെ ഭവനം, അത് ശൂന്യമായി പോകുവാൻ പോവുകയാണ്. പിന്നീട് നമുക്ക് കാണുമ്പോൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധത്തിൽ അത് നശിക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞു. യഹൂദൻ ഇസ്രായേൽ ദൈവത്തെ, കർത്താവിനെ തള്ളിക്കളഞ്ഞു. അങ്ങനെ അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം താൻ ക്രൂശിക്കപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. രാജാവായി വാഴുവാൻ വന്ന കർത്താവ് താൻ രാജ്യം സ്ഥാപിക്കുവാൻ കഴിയാത്ത ഒരു പുതിയ പദ്ധതി താൻ ആരംഭിച്ചു. ആ പുതിയ പദ്ധതിയാണ് സഭ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സഭയും ദൈവത്തിന്റെ രാജ്യവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് നടക്കുന്നത് രാജ്യത്തിന്റെ കെട്ടുപണിയാണ്, രാജ്യത്തിന്റെ വളർച്ചയാണ് നടക്കുന്നത്. നമുക്കറിയാം, പല വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, രാജ്യത്തിന്റെ കെട്ടുപണിയാണ് നടക്കുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം നോക്കാമെങ്കിൽ അപ്പോസ്തല പൗലോസ് തന്റെ ശുശ്രൂഷകളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്ക് നോക്കാമെങ്കിൽ 30-ാം അധ്യായത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 28-ന്റെ 30-ാം വാക്യം, 29-ഉം 30-ഉം വാക്യം വായിക്കാം. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. ശ്രദ്ധിക്കുക, അവിടെ അപ്പോസ്തലൻ പൗലോസ് പ്രസംഗിച്ച വിഷയം ദൈവരാജ്യത്തെ കുറിച്ചാണ്. അപ്പോൾ ദൈവത്തിന്റെ ആ കാര്യപരിപാടി അവസാനിച്ചു എന്നല്ല, അത് വേറൊരു വിധത്തിലായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ കർത്താവിനെ തള്ളിക്കളഞ്ഞപ്പോൾ അവൻ അവരോട് ഉപമകളാൽ സംസാരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ വീട്ടിൽ നിന്ന്, മത്തായി സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം വായിക്കുക. അവിടെ വ്യക്തമായ ഒരു പ്രയോഗം കാണുവാൻ. അതിനുശേഷം കർത്താവ് ചെയ്ത കാര്യം എന്താണ്? ഇസ്രായേൽ കർത്താവിനെ തള്ളിക്കളഞ്ഞു. അതിനുശേഷം കർത്താവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ 13-ന്റെ 1. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെ ഇരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നതുകൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു.
പുരുഷാരം എല്ലാം കരയിലിരുന്നു. അതെ, അതിന് ശേഷം 11-ാം വാക്യം വായിക്കാം. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഇതാ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, ശിഷ്യന്മാർക്ക് സ്വർഗരാജ്യത്തെ കുറിച്ച് അഥവാ ദൈവരാജ്യത്തെ കുറിച്ച് അഥവാ സഹസ്രാബ്ദ വാഴ്ചയും താൻ സ്ഥാപിക്കുവാൻ പോകുന്ന രാജ്യത്തെ കുറിച്ചുള്ള എല്ലാ വിശദീകരണങ്ങളുമാണ് ഇവിടെ നൽകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. യഹൂദൻ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം വേറൊരു കാര്യപരിപാടി ആരംഭിക്കുകയാണ്, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഇവിടെ പറയുന്നത്, അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഇസ്രയേൽ എന്ന ഭവനത്തിൽ നിന്നും പുറപ്പെട്ട് കടലരികെ, കടലെ കാണിക്കുന്നത് ജാതികളെയാണ്, അവൻ കടലരികെ ഇരുന്നു കൊണ്ട് ഉപമകളാൽ സംസാരിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ മാർമികമായ രാജ്യം പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ കർത്താവിന് നിക്കോദിമോസിനോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. വീണ്ടും ജനിക്കാതെ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് ജാതികളായ നാം ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ്, നാം വീണ്ടും ജനിച്ചവരാണ്, നാം ദൈവമക്കളാണ്. ദൈവമക്കൾ എന്ന നിലയിൽ രാജ്യത്തിന്റെ മക്കളാണ് നാം. എന്നാൽ ദൈവത്തിന്റെ പുതിയ പരിപാടി അഥവാ ഈ കാലഘട്ടം കർത്താവിന്റെ 2-ാം വരവ് വരെ ദൈവം തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ വിധത്തിൽ പറഞ്ഞാൽ രാജ്യത്തിന്റെ വേറൊരു വിശദീകരണമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ദൈവരാജ്യം വരുവാൻ പോകുന്ന മശിയാനിക് കിങ്ഡവും സഭയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. മത്തായി സുവിശേഷത്തിലാണ് കർത്താവിനെ രാജാവായിട്ട് വിശദീകരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു ക്രിസ്തു അബ്രഹാമിന്റെ മകൻ, ദാവീദിന്റെ മകൻ എന്ന പ്രയോഗത്തോടു കൂടിയാണ്. അഥവാ അബ്രഹാമിനും ദാവീദിനും ചെയ്ത വാഗ്ദത്തങ്ങൾ തന്നാൽ നിവർത്തിക്കപ്പെടും എന്ന സൂചനയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം അബ്രഹാമിനും ദാവീദിനും ചെയ്ത വാഗ്ദത്തങ്ങൾ ഭാവിയിൽ താൻ മുഖാന്തരം പൂർണ്ണമായി നിവർത്തിക്കപ്പെടും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രയേൽ തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ താൻ പുതിയൊരു പരിപാടി അഥവാ ദൈവരാജ്യത്തിന്റെ വേറൊരു ആവിഷ്കരണം കാണുവാൻ കഴിയുന്നുണ്ട്. അത് സഭയാണ്. സഭ പണിയുവാൻ താൻ ആരംഭിച്ചു. വേദഭാഗങ്ങൾ നാം നോക്കുമ്പോൾ സഭയും ദൈവരാജ്യവും, സഭ ദൈവരാജ്യമല്ല, എന്നാൽ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ് സഭ. കിങ്ഡം ഈസ് നോട്ട് ദ ചർച്ച്, ബട്ട് ദ ചർച്ച് ഈസ് ദ കമ്പോസ്ഡ് ഓഫ് ട്രൂ ചിൽഡ്രൻ ഓഫ് ഗോഡ്. യഥാർത്ഥത്തിൽ സത്യമായ ദൈവരാജ്യത്തിന്റെ മക്കളാൽ ആണ് സഭയുടെ അംഗങ്ങൾ. എന്നാൽ സഭ ദൈവരാജ്യമല്ല. ഈ ദൈവരാജ്യത്തിന്റെ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം അവിടെ പറയുന്നുണ്ട്. ഉപമകൾ 7 ഉപമകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് 13-ാം അധ്യായം, മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ പറഞ്ഞ ഉപമകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഉപമകളാണ് പറഞ്ഞത്. രാജ്യം വളരെ വിശാലമായതാണ്. അവിടെ യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവം ഇല്ലാത്ത അനേകരെ ആ അവിടെ അവകാശപ്പെട്ടുകൊണ്ട് വരും. യഥാർത്ഥത്തിൽ മെമ്പേഴ്സ് അല്ല, എങ്കിലും അവരെ അവകാശപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അനേകം അവിടെ പറയുന്നുണ്ട് ഗോതമ്പും കളയും അവിടെയൊക്കെ വളരുന്ന, ആ വയലിൽ വളരുന്നതായിട്ട് കാണുന്നുണ്ട്. വയൽ ഭൂമിയാണ്. ഈ ഭൂമിയിൽ നാം നോക്കുമ്പോൾ ഗോതമ്പും കളയുമുണ്ട്. എന്നാൽ അന്ത്യത്തിൽ കർത്താവ് വരുമ്പോൾ അവൻ അതിനെ വേർതിരിക്കും. ആ ഗോതമ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പുത്രന്മാരാണ്. നാം എല്ലാവരും രാജ്യത്തിന്റെ പുത്രന്മാര്. സഭ രാജ്യത്തിന്റെ പുത്രന്മാരാണ്. We are the children of the kingdom of God. ദൈവരാജ്യത്തിന്റെ മക്കളാണ്. ഇതിനെക്കുറിച്ച് ഒരു വേദപണ്ഡിതാവ് ഉപമിച്ചത് ശൗലിന്റെയും രാജ്യത്തെ പോലെയാണ്. ശൗലിന് വലിയൊരു രാജ്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ രാജ്യത്തിൽ ചെറിയൊരു രാജ്യം ഉണ്ടായിരുന്നു. എ ലിറ്റിൽ കിങ്ഡം ഓഫ് ഡേവിഡ്, ദാവീദിന്റെ ചെറിയൊരു രാജ്യം. സഭ അതുപോലെയാണ്. ഇന്ന് നാമധേയ ക്രൈസ്തവർ വലിയൊരു സംഘമാണ്. എന്നാൽ യഥാർത്ഥമായി വിശ്വസിക്കുന്ന യഥാർത്ഥമായ ദൈവത്തിന്റെ മക്കളാണ് സഭ. 1 ശമൂവേൽ 22-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം കാണുമ്പോൾ ദാവീദിന്റെ കൂടെ അനേകർ കടന്നു വന്നു. ദാവീദ് അവരെ നയിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്.
ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പന ആചരിക്കുന്ന ഒരു ചെറിയ കൂട്ടം, അതാണ് സഭ. അപ്പോൾ കിങ്ഡം ആൻഡ് ചർച്ച് റിലേഷൻ ഉണ്ട്, എന്നാൽ ചർച്ച് അഥവാ സഭ കിങ്ഡം അല്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. നമുക്ക് ആ വേദഭാഗം വായിക്കാൻ. ശമൂവേൽ 22 1 2 വാക്യങ്ങൾ. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനമൊക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു. ഇവിടെ കാണാൻ കഴിയുന്നത് ദാവീദിന്റെ കൂടെ ചെറിയൊരു കൂട്ടം, അതാണ് സഭ എന്ന് പറഞ്ഞാൽ. ശൗലിന്റെ രാജ്യമാണ്, വിശാലമായ രാജ്യമാണ്. അതിനുള്ളിൽ ഒരു ചെറിയ സഭ, അഥവാ ചെറിയൊരു രാജ്യം, ദാവീദിന്റെ രാജ്യം. അവൻ അതിന്റെ അവർക്ക് രാജാവായി തീർന്നു, അവർക്ക് നേതാവായി തീർന്നു. ഇന്ന് സഭയുടെ ചിത്രം അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 12-50 വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അഥവാ സഭ എന്ന് പറയുന്നത് ഇസ് എ റോയൽ ഫാമിലി വിത്തിൻ ദ കിങ്ഡം. രാജ്യത്തിന്റെ മധ്യയുള്ള അവന്റെ രാജാവിന്റെ അനുസരിക്കുന്ന, രാജാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടത്തെയാണ് ആ സഭ കാണിക്കുന്നത്. നമുക്ക് വായിക്കാം 12-50 വാക്യം. സ്വർഗസ്സനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ചെറിയൊരു കൂട്ടം, അതാണ് രാജ്യത്തിന്റെ മക്കളാണ്. നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ട് രാജ്യത്തിന്റെ അംഗങ്ങളായി തീർന്നു. അപ്പോൾ രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്ന രാജ്യമല്ല സഭ. സഭ രാജ്യത്തിനുള്ളിലുള്ള ഒരു പ്രത്യേക സഭ. പറഞ്ഞാൽ ചർച്ച് ഇസ് എ റോയൽ ഫാമിലി വിത്തിൻ ദ കിങ്ഡം. ചർച്ച് ഇസ് ദ സ്പിരിച്വൽ ന്യൂക്ലിയസ് ഓഫ് ദ കിങ്ഡം. രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവഹിതം ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വേദഭാഗങ്ങൾ പലതും വായിക്കാമെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പുതിയ നിയമത്തിലെ മിക്ക ലേഖനങ്ങളിലും ദൈവരാജ്യത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഫിലിപ്പേ ലേഖനം, തീത്തോസിന്റെ ലേഖനം, യോഹന്നാന്റെ ലേഖനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ലേഖനങ്ങളിലും ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ശിഷ്യന്മാർ പ്രസംഗിച്ചതും ദൈവരാജ്യത്തെ കുറിച്ചാണ്. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. അപ്പോൾ ഇന്നത്തെ മിസ്റ്ററി ഫോം ഓഫ് ദ കിങ്ഡം, മാർമികമായ ദൈവരാജ്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. രാജാവ് പോയിരിക്കുകയാണ്, അവൻ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് വീണ്ടും വരും. അന്നുവരെ ഈ മാർമികമായ ഈ ദൈവരാജ്യം വളർന്നുകൊണ്ടേയിരിക്കും. അത് സഭയിലൂടെയാണ് അത് നിർവഹിക്കപ്പെടുന്നത് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സഭ ദൈവരാജ്യമല്ല, ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്, ദൈവരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. സഭയുടെ എല്ലാ വ്യക്തികളും ദൈവരാജ്യത്തിന്റെ ദൈവമക്കളാണ്, ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ്. എന്നാൽ പൂർണ്ണമായി അത് ദൈവരാജ്യം എന്ന് പറയുവാൻ സാധ്യമല്ല. രണ്ടാമത് വേറൊരു കാര്യം നാം ഇതിനോടുള്ള ബന്ധത്തിൽ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഞാൻ സൂചന മാത്രമേ നൽകുന്നുള്ളൂ. ആ സൂചന ഇതാണ്: പുതിയ നിയമം. നമുക്കറിയാം, ജാതികളായ നമ്മോട് ദൈവം ഒരു നിയമവും ചെയ്തിട്ടില്ല. ദൈവം ഭാവിയിൽ ഇസ്രയേലിനോട് ചെയ്യുവാൻ പോകുന്ന നിയമത്തെയാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അത് ചെയ്യുവാൻ പോകുന്നത് ഈ സഹസ്രാബ്ദ വാഴ്ചയിലാണ്. അന്ന് ചെയ്യുവാൻ പോകുന്ന കാര്യം നമുക്കറിയാം. യെരമ്യാ പ്രവചനം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 31 വാക്യം: ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദിയ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ശ്രദ്ധിക്കുക, അത് ചെയ്യാൻ പോകുന്നത് ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടുമാണ്, നമ്മളോടല്ല. പുതിയ നിയമം അവൻ ചെയ്യുവാൻ പോവുക, പുതിയൊരു നിയമം അവൻ എഴുതുകയാണ്. 32 വാക്യം: ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഞാൻ അവർക്ക് ഭർത്താവായി ഇരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം പോലെയല്ല, അവർ അത് ലംഘിച്ചു. ഇനി അടുത്ത ഭാഗം വായിക്കാം, 33 വാക്യം. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ ദൈവം അവരോട്, ഇസ്രായേലിനോട് ചെയ്യുവാൻ പോകുന്ന ഉടമ്പടിയാണ് പുതിയ നിയമം.
സഭയോട് ചെയ്ത ഉടമ്പടിയല്ല, സഭയോട് നേരിട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടി. നാം പുതിയ നിയമത്തിന്റെ വിശ്വാസികളാണെങ്കിലും സഭയോട് ദൈവം നേരിട്ട് ചെയ്ത ഒരു ഉടമ്പടിയല്ല പുതിയ നിയമത്തിന്റെ കൽപ്പിത്. പുതിയ നിയമത്തിന്റെ ഉടമ്പടി കർത്താവ് ഇസ്രായേലിനോട് ഭാവിയിൽ ചെയ്യുവാൻ പോകുന്നതാണ്. 34 വാക്യം കൂടെ വായിക്കാം. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവം ഇസ്രായേലിനെ പരിപൂർണമായ മോചിതരാക്കി അവരെ തീർക്കും. എന്നാൽ പുതിയ നിയമം എന്ന് പറയുമ്പോൾ സഭയും പുതിയ നിയമവുമായിട്ടുള്ള ബന്ധം എന്താണ്? പുതിയ നിയമം ഇസ്രായേലിനോടുള്ള നിയമമാണ്, ദൈവം ഭാവിയിൽ ചെയ്യുവാൻ പോകുന്ന നിയമമാണെങ്കിലും അതിന്റെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു നമ്മുടെ നാഥനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് പുതിയ നിയമവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് കാരണമായി തീർന്നത്. ക്രിസ്തുവിന്റെ രക്തത്താലാണ് നാം ശുദ്ധീകരിക്കപ്പെട്ടത്. പുതിയ നിയമം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് നമുക്ക് അതിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. നാം പുതിയ നിയമത്തിന്റെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കും പാത്രീഭൂതരാണ്, നാം എല്ലാം അതിന്റെ അവകാശികളാണ്. എന്നാൽ ഈ പുതിയ നിയമം ദൈവം നമ്മോടല്ല ചെയ്തത്, ഇസ്രായേലിനോട് ഭാവിയിൽ ചെയ്യുവാൻ പോവുകയാണ്. എന്നാൽ അതിന്റെ നന്മകൾ നാം ഇപ്പോൾ അനുഭവിക്കുന്നു. കാരണം പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പുതിയ നിയമം ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നത് ഈ സഹസ്രാബ്ദ വാഴ്ചയിലാണ്. അത് ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ നിയമത്തിന്റെ പരിപൂർണതയാണ് കാണുന്നുണ്ട്. കർത്താവ് വീണ്ടും വരുമ്പോൾ അത് സംഭവിക്കും. റോമാലേഖനം 11-ാം അധ്യായം 26-27 വായിക്കുമ്പോൾ അവൻ സിയോനിൽ നിന്ന് വിടുവിക്കുവാനായി വരും. ഇസ്രായേലിനെ വിടുവിക്കുന്ന കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമാലേഖനം 11-ന്റെ 26-27 വാക്യം. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ കാണുന്നത് സിയോനിൽ നിന്ന് രക്ഷിക്കുവാനായി കർത്താവ് വരുമ്പോൾ അവരുടെ പാപങ്ങളെ പരിപൂർണമായി മാറ്റും, അവരെ രക്ഷിക്കും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അന്ന് സഹസ്രാബ്ദ വാഴ്ചയിൽ കർത്താവ് അവരോട് ഉടമ്പടി ചെയ്ത് അവരെ അനുഗ്രഹിക്കും. പുതിയ നിയമത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇസ്രായേൽ അനുഭവിക്കുവാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല. കർത്താവിന്റെ 2ാം വരവിൽ അവർ കുത്തിയങ്കിലേക്ക് നോക്കി അവർ രക്ഷ പ്രാപിക്കുകയും പുതിയ നിയമത്തിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വസ്തുതകളെല്ലാം നാം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ദൈവം ഇസ്രായേലിനോട് ചെയ്യുവാൻ പോകുന്ന ഉടമ്പടിയാണ് ഈ പുതിയ നിയമം എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. നമുക്ക് ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ അതിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച പഴയ നിയമത്തിൽ വളരെയേറെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ സമയത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. എത്ര നാളാണ് മശിഹ ഭരിക്കുന്നത്, എത്ര നാളാണ് അവന്റെ രാജ്യമുള്ളത് എന്ന കാര്യത്തെ കുറിച്ച് പഴയ നിയമത്തിൽ ഒരു സൂചനയുമില്ല. അതിന്റെ സൂചനയുള്ളത് പുതിയ നിയമത്തിൽ നാം വായിച്ച വേദഭാഗത്താണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ് ഈ കാലഘട്ടം 1000 വർഷത്തേക്ക് മാത്രം ഉള്ളതാണ് എന്ന് കാണിക്കുന്നു. ഈ കാലഘട്ടത്തെ കുറിച്ച് ഈ ഉപദേശം, ഇത് വളരെ അതിപ്രധാനമായ ഉപദേശങ്ങളിൽ ഒന്നാണ്. മറ്റുള്ള എല്ലാ ഉപദേശങ്ങളെ പോലെയും ഈ ഉപദേശത്തെ കുറിച്ചും അനേകമായ ദുരുപദേശങ്ങളുണ്ട്. അത് നാം മനസ്സിലാക്കണം. നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വിശദമായി ഞാൻ പോകുന്നില്ല. അതിപ്രധാനമായിട്ട് 3 ദുരുപദേശങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചുള്ള 3 ദുരുപദേശങ്ങൾ. ഒന്നാമത്തെ ദുരുപദേശം മില്ലേനിസം എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ച എന്നൊന്ന് ഇല്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇല്ല. മില്ലേനിയം എന്ന് പറഞ്ഞാൽ മില്ലേനിയം ഇല്ല, സഹസ്രാബ്ദ വാഴ്ച ഇല്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. 2, പോസ്റ്റ് മില്ലേനിയം എന്നാണ്. എന്ന് പറഞ്ഞാൽ മില്ലേനിയം അഥവാ ഈ ഭൂമി മുഴുവൻ സമർത്ഥമായി തീർന്ന് സഹസ്രാബ്ദ വാഴ്ചയുടെ അന്ത്യത്തിലാണ് കർത്താവ് വരുന്നത് എന്ന് വിശ്വസിക്കുന്നവരാ. പോസ്റ്റ് മില്ലേനിയം പറഞ്ഞാൽ
കർത്താവ് സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനത്തിൽ കർത്താവ് വരും എന്ന് വിശ്വസിക്കുന്നവരാണ്. മൂന്നാമത്തെ കൂട്ടരാണ് പ്രീ മില്ലിനിയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതിന് മുൻപ് കർത്താവ് രാജ്യം സ്ഥാപിക്കുവാൻ വരുന്നു, അതിനുശേഷം അവൻ 1000 ആണ്ട് രാജ്യം സ്ഥാപിച്ച് ഈ ഭൂമിയിൽ വാഴും എന്ന് പറയുന്നു. അതിന് സാധാരണയായി പറയുന്ന അതിന് പല വിഭജനമുണ്ട്. അതിൽ ഒരു വിഭജനം ഡിസ്പെൻസേഷണൽ പ്രീമില്ലിനിസം എന്ന് പറഞ്ഞാൽ യുഗപരമായ അടിസ്ഥാനത്തിൽ ഉള്ള സഹസ്രാബ്ദ വാഴ്ച. കർത്താവ് വരികയും പുതിയ ഒരു യുഗം ആരംഭിക്കുകയും ചെയ്യുന്നു. ആ യുഗത്തിൽ അവൻ 1000 ആണ്ടിൽ ഭൂമിയിൽ വാഴും എന്നുള്ളതാണ്. ആ കാഴ്ചയാണ് നമുക്ക് മൂന്നാമത്തെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇതിലെ ശരിയായുള്ള വേദപുസ്തകത്തിന്റെ ശരിയായുള്ള വിഭജനം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം വിശ്വസിക്കുന്നതുമായ സത്യം പ്രീ മില്ലിനിയമാണ്. അഥവാ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപ് നമ്മുടെ കർത്താവ് മഹത്വത്തിൽ വരികയും അങ്ങനെ അവൻ രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും 1000 ആണ്ട് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഈ പ്രധാനമായ മൂന്ന് ആശയമാണ് എ മില്ലിനിയൽ, പോസ്റ്റ് മില്ലിനിയം ആൻഡ് പ്രീ മില്ലിനിയം. വളരെയേറെ പല വേറെ വിഭജനങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലെ ശരിക്കുള്ള വിഭജനം പ്രീ മില്ലിനിയൽ ഡിസ്പെൻസേഷണൽ ഉള്ളതാണ്. അഥവാ ശ്രദ്ധിക്കുക, ഭാഗത്ത് 2ാമത്തെ ചിത്രം നോക്കുക. അവിടെ ക്രൂശ് കാണുവാൻ കഴിയുന്നുണ്ട്. സുവിശേഷം അറിയിക്കപ്പെടുകയാണ്. അതിനുശേഷം നമ്മുടെ കർത്താവ് വരുന്നു, സഭ എടുക്കപ്പെടുന്നു. സഭ എടുക്കപ്പെട്ടതിന് ശേഷം അവിടെ നാം കാണുന്നത് പീഡനകാലമാണ്. പീഡനകാലത്തിന് ശേഷം കർത്താവ് അതിന്റെ അന്ത്യത്തിൽ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവ് രാജ്യം സ്ഥാപിക്കുന്നു. മില്ലിനിയൽ കാലം ഇതിന് പറയുന്നത് പ്രീ മില്ലിനിയൽ ഡിസ്പെൻസേഷണലിസം എന്നാണ്. ഇതാണ് ശരിക്കുള്ള പഠനം, യുഗപരമായ പഠനമാണ് ശരിക്കുള്ള സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ള ചെറിയ കാഴ്ചപ്പാട്. വേറൊരു 2ാമത്തെ തെറ്റായ പഠിപ്പിലാണ് നമ്മുടെ മധ്യേ ബ്രദറുകാരെന്ന് പറയുന്നവരുടെ മധ്യേ പോലും ഈ വിധത്തിൽ പഠിപ്പിക്കുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ ഇടയായിട്ടുണ്ട്. എ മില്ലിനിയസ് എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ച ഇല്ല എന്ന് പറയുന്ന ബ്രദറുകാരെ ഒരുപാട് പേരെ കണ്ടു. അതുപോലെ തന്നെ ചിലർ പറയുന്നത് പോസ്റ്റ് മില്ലിനിയം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി നല്ലതായിട്ട് വരും, ഭയങ്കരമായ നന്മകൾ കൊണ്ട് നിറയും, ഒടുവിൽ ആ നന്മകളുടെ അവസാനത്തിൽ കർത്താവ് വരും. അതാണ് അവരുടെ വിചാരം. അത് ഒരിക്കലും ഇല്ല. നമുക്കറിയാം, ഭൂമി നന്നായി വരുന്നില്ല, ദുഷ്ടത കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ, മനുഷ്യൻ വഷളായി വരുന്നതേ ഉള്ളൂ, നന്മകൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തിയറി തെറ്റാണ്. ഇവരുടെ പഠിപ്പിനനുസരിച്ച് വളരെ അനുഗ്രഹങ്ങൾ മനുഷ്യൻ ഏറ്റവും നന്മയായിട്ട് വരും. ആ നന്മകളെല്ലാം കഴിഞ്ഞ് അതിന്റെ അവസാനത്തിൽ കർത്താവ് വരും. അതാണ് പോസ്റ്റ് മില്ലിനിയൽ എന്ന് പറഞ്ഞാൽ, അഥവാ സഹസ്രാബ്ദ വാഴ്ചയുടെ അന്ത്യത്തിൽ കർത്താവ് വരും എന്ന് വിശ്വസിക്കുന്നവരാണ്. എ മില്ലിനിയൽ എന്ന് പറഞ്ഞാൽ അവരെ ഇത് അക്ഷരാർത്ഥത്തിൽ ഇതെടുക്കേണ്ട കാര്യമില്ല, ഇതിന് ആത്മീയ അർത്ഥം മാത്രമേ ഉള്ളൂ. കർത്താവ് ഈ ഭൂമിയിൽ വരും, അതെ, അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. സഹസ്രാബ്ദ വാഴ്ച ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നാം പഠിക്കുന്നത് പ്രീ ട്രിബുലേഷൻ മില്ലിനിയൽ കിങ്ഡം ആണ്. എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ഉണ്ടാകുന്നത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷമാണ്. താൻ മഹത്വത്തിൽ വരികയും താൻ ആരംഭിക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം. ഇനിയും ചില വേദഭാഗങ്ങൾ കൂടി നമുക്ക് വായിച്ച് ഇന്നത്തെ ക്ലാസ് വരിക. ഗ്രേറ്റ്നെസ് ഓഫ് ദ കിങ്ഡം നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ നാം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിച്ചു. കർത്താവ് വന്നു കഴിഞ്ഞ് നടക്കുന്ന ആദ്യത്തെ കാര്യം അവിടെ കഴിയുന്നത് സാത്താനെ ബന്ധിക്കും എന്ന് കാണുവാൻ കഴിയുന്നു. സാത്താനെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് നടക്കുന്ന ആദ്യത്തെ നടപടി സാത്താൻ ബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 20-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വ്യക്തമായി കണ്ടു. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, കേവലം സാത്താനെ മാത്രമല്ല, സാത്താന്റെ ശക്തികളെ മുഴുവനും അവന്റെ അനുയായികളെ മുഴുവനും ബന്ധിക്കുമെന്ന് കൂടി മനസ്സിലാക്കണം. പലപ്പോഴും നാം മനസ്സിലാക്കുന്നത് സാത്താനെ മാത്രമേ ബന്ധിക്കൂ, അങ്ങനെയല്ല, എല്ലാ അനുയായികളെയും ബന്ധിക്കും. നമുക്ക് നോക്കാം, യെശയ്യാപ്രവചനം 24-ാം അധ്യായം
21 22 വാക്യം വായിക്കാം. അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലകന്മാരെയും സന്ദർശിക്കും. കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ യഹോവ മതി. അവിടെ പറയുന്നത് അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കും. കേവലം സാത്താനെ മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പിശാചിനെ ബന്ധിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവന്റെ കൂടെ അനേകരെ ബന്ധിക്കും. സക്കറിയ പ്രവചനം 13:2 വായിക്കുക. അന്നാളിൽ ഞാൻ ദേശത്ത് നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും, ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്ത് നിന്ന് നീക്കിക്കളയുകയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മലിനാത്മാക്കളെ നീക്കിക്കളയും, വിഗ്രഹങ്ങളെ നീക്കും. എല്ലാ വിഗ്രഹങ്ങളുടെയും പുറകിൽ ഒരു മലിനാത്മാവുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ദുഷ്ടാത്മാക്കളെയും ദൈവം ഈ ഭൂമിയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരെ ബന്ധനത്തിലാക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ബന്ധനത്തിലാക്കിയതിന് ശേഷമാണ് ഈ രാജ്യത്വം തന്റെ ജനമായ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് ഈ രാജ്യം ഏൽപ്പിക്കും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം അത് വായിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് വായിക്കുന്നില്ല. ഈ രാജ്യം ദൈവജനം ഈ ഭൂമിയെ ഭരിക്കുവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ സർവ്വവിധമായ ആത്മീയ അനുഗ്രഹങ്ങളും നാം വിധേയരായിത്തീരും. അവൻ നമ്മെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ സർവ്വ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമായി തീരും. ഇസ്രായേൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ഭാഗഭാക്കുകളാകാറുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുക. എബ്രായ ലേഖനം 11:10. അതുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പഴയ നിയമ വിശുദ്ധന്മാർ ആത്മീയമായിട്ട് അവർ കാത്തിരുന്നത്, എബ്രഹാം മുതലായവർ കാത്തിരുന്നത് മനോഹരമായ നഗരത്തിന് വേണ്ടിയാ. അപ്പൊ സ്വർഗീയമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരുന്നു. എന്നാൽ ദൈവം അവർക്ക് പ്രാഥമികമായി കൊടുത്തത് ഭൗമിക അനുഗ്രഹങ്ങളാണ്, ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളാണ്. എന്നാൽ അവർ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും പാത്രീഭൂതരായിത്തീരും, അതിന്റെ ഭാഗമായി തീരും. അതുപോലെ തന്നെ നമ്മെ ദൈവം വിളിച്ചാക്കിയിരിക്കുന്നത് സ്വർഗീയ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, ഭൂമിയിലെ അനുഗ്രഹത്തിന് വേണ്ടിയല്ല. എന്നാൽ ഇസ്രായേൽ മക്കൾ എങ്ങനെയാണോ സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് ഭാഗമായി തീരുന്നത്, അതുപോലെ തന്നെ സഭയും ഈ ഭൂമിയിൽ ഇസ്രായേലിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളുടെ ഭാഗത്തിൽ നാമും ഭാഗഭാക്കുകളായിത്തീരും. ഈ പ്രത്യേക കാലഘട്ടത്തിൽ എന്താണ് നടക്കുന്നത്? ഭൂമിയെ പരിപൂർണമായി മാറ്റങ്ങൾ ഉണ്ടാകും. മത്തായി സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യത്തിൽ വായിക്കുക. എ റിനോവേഷൻ, എ റീജനറേഷൻ. ഈ ഭൂമി നവീകരിക്കപ്പെടും, മഹത്വ സമ്പൂർണമായി തീരും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മനുഷ്യപുത്രൻ ശ്രദ്ധിക്കുക, മനുഷ്യപുത്രൻ അവൻ തേജസ്സിലിരിക്കും, മഹത്വത്തിൽ വരും. ഈ ഭൂമിക്ക് വലിയൊരു പരിവർത്തനം ഉണ്ടാവും. വലിയൊരു പ്രത്യേക വാക്കാണ് പലിനോജെനിസിസ് എന്ന വാക്കാണ്. ഈ ഭൂമിക്ക് വലിയ പരിവർത്തനം ഉണ്ടാവും. കർത്താവ് മഹത്വത്തിൽ വാഴും. ഈ ഭൂമിയിൽ പുതിയൊരു വ്യവസ്ഥിതികൾ ഉണ്ടാകും എന്ന് കാണുവാൻ കഴിയും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യമായി ഇത് ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പിശാചിനെ ബന്ധിക്കും. ശ്രദ്ധിക്കുക, പിശാചിനെ ബന്ധിക്കുവാനായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് വലിയ ശക്തനായ ഒരു ദൂതൻ വരുന്നതായിട്ട് കാണുന്നു. സ്വർഗത്തിലെ അറസ്റ്റ് വാറണ്ടും കൊണ്ട് വരികയാണ്. ആരെയാണ്? ഏറ്റവും വലിയ കുറ്റവാളിയായ പിശാചിനെ ബന്ധിക്കുവാൻ അവന്റെ കൂട്ടരെ ബന്ധിച്ച് 1000 ആണ്ട് അവനെ അഗാധ കൂപത്തിൽ തള്ളിയിടും. അഗാധ കൂപം നരകമല്ല, നരകത്തിന് തുല്യമായ ഒരു സ്ഥലമാണ്.
ദുരാത്മാക്കളെ ശ്രദ്ധിക്കുക, ദുരാത്മാക്കളെ ബന്ധിക്കുന്ന സ്ഥലത്തിനാണ് അഗാധ കൂപം എന്ന് വേദപുസ്തകം പറയുന്നത്. പിശാചിനെയും അവനോട് കൂടെയുള്ള എല്ലാ ദുരാത്മാക്കളെയും 1000 ആണ്ടേക്ക് ബന്ധിക്കും. ഈ 1000 ആണ്ട് ബന്ധിച്ചതിന് ശേഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴും. നമുക്ക് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അടുത്ത ദിവസങ്ങളിൽ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് ഇത്രയും നാം പഠിച്ചത് അതിന്റെ പല വിധത്തിലുള്ള സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ള പല ദുരുപദേശങ്ങളുണ്ട്. അതിൽ നിന്നും മാറി സത്യ ഉപദേശം നാം മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മുടെ കർത്താവ് മഹത്വത്തിൽ വരുമ്പോൾ അവൻ രാജ്യം സ്ഥാപിക്കും. അവൻ രാജാതി രാജാവായി വാഴും. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ഈ മനോഹരമായ വാഗ്ദത്തം കർത്താവ് നൽകിയിട്ടുണ്ട്. പ്രഥമമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇസ്രായേലിനാണ് നൽകിയതെങ്കിലും നാമും ആ വാഗ്ദത്തങ്ങളുടെ ഭാഗമായി തീരും. കാരണം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവാണ് അവരോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അവനോടുള്ള ബന്ധത്തിൽ നാമും ആ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിലും കർത്താവ് വാഴുമ്പോൾ നാം അവനോടുകൂടെ വാഴും. നാം ഇന്ന് കഷ്ടത അനുഭവിക്കും. ഇഫ് യു സഫർ വിത്ത് ഹിം വി വിൽ റെയിൻ വിത്ത് ഹിം. നാം ഇന്ന് അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ നാം അവനോടുകൂടെ വാഴും. രാജാക്കന്മാരായി നാം വാഴും. നമ്മെ ദൈവം വിളിച്ചപ്പോൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ആ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ ക്രിസ്തുവിന്റെ പുരോഹിതന്മാരായിരിക്കും. രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് അവനെ എന്നുമെന്നും ആരാധിക്കുവാൻ പോകുന്നു. ആ മനോഹരമായ ദിവസത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അതിനെക്കുറിച്ച് കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ വിശദമായിട്ട് അടുത്ത ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ശ്രദ്ധിക്കാം.